ബിയോണ്ട് ഇൻ്റലിജൻസ് കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ അബ്ദുൾ റൌഫ് സാർ. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഹൃദ്യമായിരുന്നു. നമ്മൾ EBIയെക്കുറിച്ച്, എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു. എന്താണ് EBI മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു. പൊതുമണ്ഡലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മൂല്യത്തെ, ഭാവിയെ എങ്ങനെ നോക്കിക്കാണണം, അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ നടത്തണം എന്നതിനെക്കുറിച്ച് സാറ് വിശദമായി സംസാരിച്ചു. ഇന്ന് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും സാറ് നമ്മോട് കൂടെ ചേരുകയാണ്. നമ്മുടെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണ് പൊതുമണ്ഡലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഹ്യൂമൻ ഡിഗ്നിറ്റിയെ സംരക്ഷിച്ചു നിർത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആ രീതിയിൽ ക്രമീകരിക്കാനും അഭ്യസിക്കാനുമുള്ള ഒരു പ്രവർത്തന രീതി, പ്രായോഗിക വഴിയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന് ഈ എപ്പിസോഡിൽ കുറച്ചുകൂടി കൃത്യമായി AI-യും മുസ്ലിം ജീവിതവും എന്നുള്ള ഒരു ആശയതലത്തിൽ നിന്ന് സംസാരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രാഥമികമായി എന്താണ് ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ സാറിന് പറയാനുള്ളത്? AI മുസ്ലിം ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് രൂപത്തിൽ AI സ്വാധീനിക്കാൻ പോകുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് ഇസ്ലാമിൽ അതിന് ഷൂറ ബേസ്ഡ് കൺട്രോൾസ് ഉണ്ട്. ആളുകളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതെ. പക്ഷേ ഈ AI വേൾഡിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഷൂറക്ക് പ്രാധാന്യമുണ്ടാവില്ല. അവിടെ അൽഗോരിതമിക് ഡ്രൈവ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അൽഗോരിതമിക് ഡ്രൈവ് നടക്കുന്ന സന്ദർഭത്തിൽ ഹ്യൂമണിൻ്റെ ലൂപ്പ് അവിടെ വരാതിരിക്കുമ്പോൾ അത് വലിയ ക്രൈസിസ് ഉണ്ടാക്കും. വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാർഗരേഖയാണ് അങ്ങനെ പോകുന്ന സമയത്ത്. അതെ, വളരെ അതായത് അതിന് കിട്ടിയ ഡാറ്റ എന്താണോ അതിനനുസരിച്ചാണ് അത് ഡിസിഷൻ എടുക്കുക. പക്ഷെ പലപ്പോഴും ഡാറ്റ കൊണ്ട് അളക്കാൻ കഴിയാത്ത പല വിഷയങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ പലപ്പോഴും മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ പ്രൊഡക്ടിവിറ്റി വെച്ച് നോക്കിയിട്ടാണ്. എത്ര റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഞാനൊരു പ്രൊഫഷണലാണെങ്കിൽ ഞാൻ ഏത് പ്രൊഫഷനാണ്, അതുപോലെ ഞാനൊരു ജോലിക്കാരനാണെങ്കിൽ എനിക്ക് എത്ര ശമ്പളമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആളുകൾ വിലയിരുത്തുന്നത്. നേരെ മറിച്ച് അതാണ് അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന രൂപത്തിൽ വിലയിടുകയാണ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ നോക്കൂ, കഷ്ടപ്പെട്ട് ഒരു മകനെ അല്ലെങ്കിൽ മകളെ വളർത്തുന്ന ഒരു ഉമ്മ, ആ ഉമ്മ ഒരുപക്ഷെ രാത്രി ഉറക്കം ഒഴിച്ചിട്ടായിരിക്കും സുഖമില്ലാത്ത ഈ മക്കളെ വളർത്തി കൊണ്ടുവരുന്നത്. ഇതിനാരെങ്കിലും വിലയിടുന്നുണ്ടോ? ഇതിനെങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യാൻ പോകുന്നത്? ഇതിനെങ്ങനെയാണ് ഡാറ്റ വെച്ചിട്ട് വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും. അതുപോലെ ഉപ്പയുടെ അധ്വാനം ആർക്കെങ്കിലും മാർക്കിടാൻ കഴിയുമോ ഡാറ്റ വെച്ചിട്ട്? ഹൃദയത്തിൽ നിന്ന് അളക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും. നമ്മളെ സാന്ത്വനം പ്രവർത്തകർ നടത്തുന്ന ആ അധ്വാനം, അതിനൊക്കെ ആരാണ് വാല്യൂ ഇടാൻ പോകുന്നത്? ഇതൊക്കെ AI കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എവിടേക്കായിരിക്കും മനുഷ്യൻ്റെ പോക്ക്? ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഷൂറക്കാണ് ഇമ്പോർട്ടൻസ്. ഡാറ്റകൾ ആവശ്യമുണ്ട്, പക്ഷെ ഡാറ്റ ഡ്രിവൺ ഡിസിഷനിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഹ്യൂമൺ ഇൻ ലൂപ്പ് എന്നുള്ളത് വളരെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ്. അത് സംഭവിക്കാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം. അത് അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് AI പ്രശ്നക്കാരായി മാറുന്നത്. തീർച്ചയായും. അല്ലാത്ത കാലത്തോളം AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും. ഇതിലിപ്പോൾ വളരെ പ്രാഥമികമായ അടിസ്ഥാന തലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി AI ഒരു മാത്തമാറ്റിക്കൽ ഇഷ്യൂ കൊടുത്താൽ AI സോൾവ് ചെയ്ത് തരുന്നു, ഞാനൊന്നും ചെയ്യേണ്ടതില്ല. മദ്രസയുടെ കാര്യങ്ങളും അങ്ങനെ തന്നെ. വേണമെങ്കിൽ നമ്മൾ പുസ്തകത്തിൻ്റെ PDF അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഏത് ചോദ്യം കൊടുത്താലും ഏത് ചാറ്റ് ബോട്ട് ആണെങ്കിൽ അത് ഇങ്ങോട്ട് മറുപടി തരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലേ എന്ന് ഓരോ കുട്ടി പോലും, അത് മുസ്ലിം ജീവിതശൈലി പിന്തുടരുന്ന കുട്ടിയാവട്ടെ അല്ലാത്തവരാകട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ എന്തിന് പഠിക്കണമെന്നുള്ളത്. ഈ ചോദ്യം എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 100 വർഷങ്ങളായും കൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു രീതിയുണ്ട്. അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് അത് നാം പഠിക്കുന്നത് നമുക്ക് വിലയിടുന്നത് നമ്മളെ ഡിഗ്രിക്ക് അനുസരിച്ചാണ്. എൻ്റെ മാർക്കറ്റ് വാല്യൂ വിലയിരുത്തുന്നത് എൻ്റെ പ്രൊഫഷൻ അനുസരിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കൊണ്ടും കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. അതിന് കുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് ഞാൻ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക ജോലിയും മറ്റുമൊക്കെ വേണം. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനാക്കി വളർത്തുക, ഞാൻ ഏത് രൂപത്തിലുള്ള മനുഷ്യനായിട്ട് വളരേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എത്രത്തോളം നമ്മളുടെ കരിക്കുലത്തിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. മതവിദ്യാഭ്യാസങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ടെങ്കിൽ പോലും അതും പോലും ഇന്ന് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് ആൻസർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പഠിക്കുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആൻസറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ പ്രസക്തമാണ്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മനുഷ്യനായി തീരാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വളരും. അപ്പോൾ മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷനിൽ കൂടി ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. അത് ChatGPTക്ക് തരാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. ആ മനുഷ്യത്വം പഠിപ്പിക്കുക, ഹ്യൂമൻ ഡിഗ്നിറ്റി പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടിയുടെ ലക്ഷ്യത്തിലേക്ക് വരുന്നതോടുകൂടി ആ കുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇത് മദ്രസയായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഏറ്റവും വേഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ധാർമ്മികതയുള്ള മൂല്യബോധമുള്ള മനുഷ്യനെ കണ്ടെത്താനുള്ള യാത്രയായി നമ്മൾ വിദ്യാഭ്യാസിക്കുന്നതിനെ കാണണം. സാർ ആദ്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ AI കാലത്തെ മുസ്ലിം ജീവിതം, ഇപ്പോൾ ഷൂറ അതൊക്കെ ആയി ബന്ധപ്പെടുത്തി പറഞ്ഞു. അങ്ങനെയെങ്കിൽ AI കാലത്തെ മുസ്ലിം ജീവിതം എങ്ങനെ ഒരു മുസ്ലിം ക്രമീകരിക്കണം? നമുക്കിതൊരു വെല്ലുവിളിയാണോ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണോ? ഇതിനോട് എങ്ങനെ എത്തരത്തിലുള്ള ഒരു സഹവാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. AI നമ്മൾ പേടിക്കേണ്ടതില്ല. AI നമ്മൾ ഉപയോഗിക്കണം. ടെക്നോളജിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. പക്ഷേ നമ്മുടെ ബുദ്ധി അതിനെ അടിമപ്പെടുത്തരുത്. ടെക്നോളജിയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മറിച്ച് ടെക്നോളജി നമ്മെ ഉപയോഗപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ മദ്രസാ വിദ്യാഭ്യാസത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മദ്രസാ വിദ്യാഭ്യാസവും പക്ഷേ പലപ്പോഴും അതിൻ്റെ ആ ഒരു അന്തസ്സത്ത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ അത് കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയും അതിന് ഡേഞ്ചറസ് സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിൽ ഇതിന് ട്രാൻസ്ഫോം ചെയ്യണം, ടെക് കാലത്തെ മദ്രസകൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നല്ല റിസർച്ച് നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കൂടി കുട്ടിയെ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു മുസ്ലിമായി വളരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ ഉള്ളത്. അതിന് എല്ലാവർക്കും പരിശീലനം ആവശ്യമാണ്. രക്ഷിതാക്കൾക്ക് ആവശ്യമുണ്ട്, അധ്യാപകർക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം രക്ഷിതാക്കൾ കുറച്ച് പുറകോട്ടായിരിക്കാം. കുട്ടി ചിലപ്പോൾ 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേക്ക് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നു, വേറെ ChatGPTയോ ജെമിനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിച്ച് പുതിയ സാധനങ്ങൾ കണ്ടെത്തുന്നു. ഈ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു സമൂഹത്തിൽ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കളെ കൂടി നമ്മൾ കൃത്യമായിട്ട് അവെയർ ചെയ്യണമെന്ന് തോന്നുന്നു. ആക്ച്വലി സംഭവിക്കാൻ പോകുന്ന ഒരു ഡീഹ്യൂമനൈസേഷൻ എന്നുള്ളൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോവുക. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക കരിക്കുലത്തിൽ വളരെ വ്യക്തമായും കൊണ്ട് കറാമ അൽ ഇൻസാൻ എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് കുട്ടിക്ക് നമ്മളുടെ മദ്രസയിൽ കൂടി ഇതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾക്ക് അത് അതിജീവിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വാല്യൂസ് ഓവർ പ്രൊഡക്ടിവിറ്റി, മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുക. ഡിഗ്രികൾക്കല്ല, ശമ്പളത്തിനല്ല, അതൊക്കെ അതിൻ്റെതായ ഉണ്ടായിക്കോളും. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കേണ്ടത് നമ്മളുടെ ഐഡന്റിറ്റി വാങ്ങിച്ചെടുക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഐഡന്റിറ്റിയാണ് നമ്മൾ വാങ്ങിച്ചെടുക്കേണ്ടത്. മറിച്ച് അച്ചീവ്മെന്റിൽ നിന്നുള്ളൊരു ഐഡന്റിറ്റി അല്ല. അച്ചീവ്മെന്റിൽ നിന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് പോകുമ്പോഴാണ്
മുസ്ലിമിന് പ്രശ്നം സൃഷ്ടിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമേ അല്ല. അത് വളരെ ഹൃദ്യമായ ഒരു പോയിന്റ് ആയിരുന്നു. ആ രീതിയിൽ നമ്മൾ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ കാര്യങ്ങളെ കാണാനും വളരെ ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഡീഹ്യൂമനൈസേഷനെ കുറിച്ച് ഇതിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും യാഥാർത്ഥ്യത്തിൽ ഭയപ്പെടുന്നത് AI വളരുന്ന സമയത്ത് തൊഴിൽ സാധ്യതകൾ ഇല്ലാതാകുന്നു. കൗണ്ടർ പോയിന്റും ഉണ്ട്. AI തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ദാതാവാണെന്ന് പറയുന്നവരുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വളരെ ഒരു രേഖയിലുള്ള അല്ലെങ്കിൽ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നിശ്ചിത ഡാറ്റകൾക്ക് അനുസൃതമായി മാത്രം ജീവിക്കുമ്പോൾ, ഇത് 1-2 ദിവസത്തെ കാര്യമല്ല, ഒരു വർഷങ്ങളോളം ചിലപ്പോൾ ഇത്തരത്തിൽ ജീവിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പരിസരം, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലെ അങ്ങനെ ഒന്നുണ്ടോ? എന്താണ് സാറിന് തോന്നുന്നത്? AI കാലത്ത് ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിൽ നഷ്ടത്തെക്കുറിച്ചാണ്. പക്ഷേ ആക്ച്വലി AI കാലത്ത് തൊഴിൽ നഷ്ടമുണ്ടായേക്കാം, അതിന് ഒരു പക്ഷേ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ തൊഴിൽ നഷ്ടം വരുമ്പോൾ അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് ആണ് വരുന്നത്. പക്ഷേ എക്കണോമിക് ക്രൈസിസിനേക്കാൾ ഉപരി അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഒരു ജോലിയില്ലാത്ത ഞാൻ, എന്ത് ഐഡൻറ്റിറ്റിയാണ് എനിക്കുള്ളത്? ശമ്പളമില്ലാത്ത എന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? തീർച്ചയായും. ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലം, ആ കാലത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്താൻ പോകുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സമൂഹത്തിന് AI പ്രശ്നക്കാരനാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സെർവൻറ്ഹുഡ്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നത് ആ ഐഡന്റിറ്റി എടുത്തു കളയാൻ കഴിയില്ല. ആ ഐഡന്റിറ്റി എടുത്തു കളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഹ്യൂമാനിറ്റിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും എനിക്ക് ഡിഗ്രി ഇല്ലെങ്കിലും മനുഷ്യൻ എന്നുള്ളൊരു ഐഡന്റിറ്റി എനിക്കുണ്ട്. ആ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ടുള്ളത്. ഇനി പഠനത്തിലേക്ക് വരുന്ന സമയത്ത് സാറ് നേരത്തെയും അഡ്രസ്സ് ചെയ്ത കാര്യമാണ്, യഥാർത്ഥത്തിൽ മദ്രസകളിൽ ഇതിനുള്ള പരിശീലനം നൽകുന്നുണ്ട്. ഇപ്പോൾ അഖ്ലാഖ്, സ്വഭാവ രൂപീകരണത്തിന് കുറച്ചുകൂടെയൊക്കെ മുകളിലേക്ക് പോയാൽ കുട്ടികൾ ഹദീസുകൾ, കാര്യങ്ങൾ ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുന്ന ആ രീതിയിലുള്ളൊരു പഠനം. ഇപ്പോൾ പുതിയ കാലത്തൊരു വിദ്യാർത്ഥി ഒരു മദ്രസയിൽ വന്ന് ഉസ്താദിനോട് ഉസ്താദ് ഇത് ഞാൻ ChatGPT ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ChatGPT ചെയ്തു തരുമല്ലോ, ചിലപ്പോൾ കുട്ടി ചോദിക്കുന്നത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിൽ, നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ, ഈവൻ നമ്മുടെ സ്കൂൾ സിലബസിൽ വരെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ് അതൊക്കെ ഉൾപ്പെടുത്തി വന്നത്. അതും ഇത്തരത്തിലുള്ള പ്രാഥമിക കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ജീവിതത്തിലേക്ക് ചേർത്ത് വായിക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ മദ്രസകളിലൊന്നും ഇത്തരത്തിലുള്ള പഠനത്തിന്റെ സാധ്യതകളില്ലാത്തതിന്റെ ഒരു അഭാവം മുഴച്ചു നിൽക്കുന്നില്ലേ? മദ്രസകളിലെ അതിൻ്റെ ഔട്ട്കത്തിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഔട്ട്കത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും മദ്രസ വിദ്യാഭ്യാസവും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡാറ്റയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ആകും, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നോളജ് ആകും, നോളജ് പ്രോസസ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വിസ്ഡമായിട്ട് മാറും. ഇസ്ലാം പറയുന്ന നോളജ് എന്ന് പറയുന്ന വിസ്ഡം, ഹിക്മ എന്നൊക്കെ പ്രയോഗിക്കുന്ന ആ ഒരു കാര്യമാണ്. ആ കാര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് വിസ്ഡം ഓവർ സ്പീഡ്. ഇന്ന് എല്ലാവർക്കും തിരക്കാണ്, അതിനു വേണ്ടിയിട്ട് ഓരോന്നും ഉപയോഗപ്പെടുത്തുകയാണ്. പക്ഷേ കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും അവിടെ വിസ്ഡത്തിനല്ല കാര്യം, സ്പീഡ്, എത്ര സ്പീഡിൽ അത് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിസ്ഡം ഓവർ സ്പീഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ആ വിസ്ഡത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. അപ്പോൾ ഇത് എത്തരത്തിലുള്ള ഒരു ചേർത്ത് നിർത്തലാണ് വിഷയങ്ങളെ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്? ഇപ്പോൾ മദ്രസയിലേക്ക് തന്നെ വളരെ പെർട്ടിക്കുലറായി വന്നാൽ കുട്ടികളെ ടൂളുകൾ പഠിപ്പിച്ച് നമ്മൾ അതിനോട് ചേർത്ത് ഈ ഒരു വിസ്ഡം രൂപീകരിക്കലാണ്. ഇതിൻ്റെ പ്രായോഗിക വഴിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് എങ്ങനെ സാധ്യമാക്കാൻ പറ്റും? അത് വേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മളെ പെഡഗോജിക്കൽ ചേഞ്ചസ് ആണ് വേണ്ടത്. അതായത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ളതാണ്. അവിടെ കുട്ടിക്ക്
1-ാം ക്ലാസ് 5-ാം ക്ലാസ് പാസ്സാവുക, 7-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതിന് അപ്പുറം ഈ 7-ാം ക്ലാസ് മദ്രസ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ഈ കുട്ടിക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവിടെയുള്ള ആ ഔട്ട്കംസ് വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക എന്നുള്ളത്. ആ ഔട്ട്കംസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ഉസ്താദമാർക്കും അതിനുള്ള ഒരു പരിശീലനം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ തന്നെ അത്തരത്തിലൊരു പാഠം വരേണ്ട പ്രസക്തി AI-യും ഇതും കണക്ട് ചെയ്തോ ആ രീതിയിലുള്ള സാധ്യതകളെ കുറിച്ചും ആലോചിക്കേണ്ടതില്ലേ? ടെക്നോളജി മദ്രസയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പക്ഷേ ടെക്നോളജി ഇല്ലാതെ തന്നെ നമ്മുടെ മുൻഗാമികൾ ആളുകളെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. അതെ അതെ അവർ വിസ്തത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രൂപം ഒരു പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ അത് ഹൈലി സ്കെയിലബിൾ ആയ ഒരു രൂപമല്ല. ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ സിസ്റ്റത്തെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടെക്നോളജിയെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണത്. അപ്പോൾ ടെക് ഡ്രിവൺ ആയിരിക്കുന്ന ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു മുസ്ലിം ഐഡന്റിറ്റി രൂപപ്പെടുത്താൻ പറ്റുന്ന ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചന നടത്തേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഗെയിമുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ക്രൈസിസുകളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതൊക്കെയാണ് EBIയിൽ കൂടി നാം ഉദ്ദേശിക്കുന്നതും. അതെ, ഈ നമ്മൾ മുൻ എപ്പിസോഡിലും EBIയെ കുറിച്ച് ഇതിനെങ്ങനെ ബദലായി മാറുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഏറെ വിശദീകരിച്ചതാണ്. ഒരുപക്ഷെ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന് ബദലായി EBI എത്തിക്സ് ബിയോണ്ട് ഇന്റലിജൻസ് എങ്ങനെ പ്രവർത്തിക്കും? എത്തിക്സ് ബിയോണ്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്റ്റീവ് മൂവ്മെന്റ് ഓഫ് ദ ഉമ്മ, ബൈ ദ ഉമ്മ, ഫോർ ദ ഉമ്മ, ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്. അതാണ് അതിൻ്റെ ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു സ്ഥാപനത്തിൻ്റെ ഇനീഷ്യേറ്റീവ് അല്ല. ആരെങ്കിലും ഇത് തുടങ്ങി വെക്കണമല്ലോ, അതിനുവേണ്ടി നമ്മൾ തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. ഇനി കലക്റ്റീവായും കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല, എല്ലാ സമൂഹത്തും ഈ ക്രൈസിസ്, ഈ ഐഡന്റിറ്റി ക്രൈസിസ് എല്ലാ സമൂഹവും ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തുക, കപ്പാസിറ്റി ബിൽഡിങ്ങുകൾ നടത്തുക, അധ്യാപകരെയും ഉസ്താദുമാരെയും ഒക്കെ അപ്സ്കില്ല് ചെയ്യുക, കരിക്കുലം അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷനുകൾ നടത്തുക, NGOസിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാം ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് ഈ ഒരു AGI കാലത്തെ ഈ ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ AI-യും AGI-യും ഒക്കെ ഒരു ഹ്യൂമൺ ആക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എഫേർട്ടാണ് എത്തിക്സ് ബിയോണ്ട് ഇന്റലിജൻസ് എന്ന EBI മൂവ്മെൻറ്റ്. ഇൻഷാ അല്ലാഹ് EBIക്ക് വലിയ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളൊക്കെ പൂർണ്ണമാകട്ടെ. നമ്മളിന്ന് സംസാരിച്ചു വന്നത് മുസ്ലിം ജീവിതത്തെക്കുറിച്ച് മാത്രമായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് വളരെ ഹൃദ്യമായി സാറ് സംസാരിച്ചു. ഏറെക്കുറെ മുസ്ലിം എങ്ങനെയാണ് ഇതിനെ ക്രമീകരിക്കേണ്ടത്, മദ്രസയിൽ നിന്ന് തന്നെ തുടങ്ങി രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുന്ന രീതിയിലുള്ള വളരെ ഹൃദ്യമായ സംസാരമായിരുന്നു. EBIയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് മുസ്ലിം ജീവിതത്തിലും തങ്ങി നിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്. ഒരു പൊതുമണ്ഡലത്തിലേക്ക് തന്നെ വികസിക്കുന്ന തലത്തിലേക്ക് EBI മൂവ്മെൻറ്റ് സാധ്യമാകട്ടെ ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ തന്നെ വളരെ ഹൃദ്യമായ ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബിയോണ്ട് ഇന്റലിജൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.